പനീർ ബട്ടർ മസാല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പനീർ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 3 സവാള ചെറുതായി അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുന്നു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് അധികം ബട്ടർ ചേർത്ത് കൊടുത്തു. ഏലക്കായും പെരിഞ്ചീരകവും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തു. ഇപ്പം ഉപ്പ് ഞാൻ ആവശ്യത്തിന് മാത്രം, അതായത് ആ സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ചേർത്ത് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത്രയാണ് പൊടികളായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതും ഒന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും 1.5 കപ്പ് വെള്ളം, ചൂടുവെള്ളം, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പനീർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് മിൽക്ക്, കുറച്ച് പഞ്ചസാര, മേത്തി ലീഫ്, പിന്നെ വീണ്ടും ബട്ടർ ചേർക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി.